കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയ വട്ടം കറങ്ങലല്ലേ, നിന്റെ നോട്ടം കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയ വട്ടം കറങ്ങലല്ലേ, ഒരു നോട്ടം കൊണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വർദ്ധമായ സ്വാഗതം. രനാസുനയുടെ കാര്യം ആലോചിക്കും. ഇപ്പൊ എനിക്ക് വരുന്ന ഒരേ ഒരു ഡയലോഗ്, എല്ലാം പോയിടി ശാന്തേ എന്ന് പറയുന്ന ഡയലോഗാണ്. അതെ, എല്ലാം പോയി, എല്ലാം തകർന്ന് തരിപ്പിടമായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, രനാസുന 2 ദിവസം മുമ്പ് ഒരു വലിയൊരു അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി രനാസുനെ കുറിച്ച് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഗായിക, ബാർ ഡാൻസർ, നർത്തകി, പ്രശസ്ത സിനിമാ താരം, അങ്ങനെ പല പല വിശേഷണങ്ങളുണ്ട്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഈ പറയുന്ന പ്രേക്ഷകർക്കുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വളരെ ഹൈപ്പിൽ, വലിയൊരു ഹൈപ്പിൽ നമ്മുടെ രനാസുന ഒരു റീല് ചെയ്തു, പക്ഷെ ഒരു ആൽബം ചെയ്തു. ആൽബത്തിന്റെ പേര് മറ്റൊന്നുമല്ല, മന്ദാര ചേല് എന്ന് പറയുന്ന ഒരു ആൽബം ചെയ്തു. ഓക്കെ, പക്ഷെ ആൽബം ചെയ്തതിൽ വളരെ വലിയ ഹൈപ്പായിരുന്നു. അതായത് ഞാൻ ഇന്ന് തുറന്നു കാണിക്കുകയാണ്. അങ്ങനെയല്ല പറഞ്ഞത്, എന്തിനാണ് ഞാൻ കുറച്ച് ഓവറായിട്ട് കാണിക്കുകയാണ്. നിങ്ങൾ ഞെട്ടും, കേരളക്കരയാകെ ഞെട്ടും എന്നുള്ള വെല്ലുവിളിയൊക്കെ വിളിച്ച് പല വലിയ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളൊക്കെ റിയാക്ട് ചെയ്തു. എൻ്റെ ആൽബത്തിന് എന്ത് നല്ല പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് ട്രോളിക്കൊണ്ടൊക്കെ ഈ പറയുന്ന രനാസുനെ ഇട്ടു. പക്ഷെ ഇപ്പോ 8 നിലയിൽ പൊട്ടി മൂഞ്ചി എന്ന് പറയുന്നതാകും അത്രയ്ക്കൂടി ശരി. കാരണം കാണാൻ ആളില്ല. രനാസുന വളരെ ഞെട്ടുന്ന, വളരെ ഹോട്ടായിട്ടുള്ള അൺകട്ട് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു പട്ടികളും പോലും പോയി കാണുന്നില്ല എന്നുള്ളതാണ്. ഡയറക്ടർ പേരായിരുന്നു അറിയാം. ഡയറക്ട് ചെയ്ത പാവം ഒരു പെണ്ണാണ്. അവളുടെ പേര് RJ ലച്ചു ആണ് ഡയറക്ടർ. ഏത് RJ, ഇൻഷ്യൽ RJ ആണോ അതോ ഇനി റേഡിയോ ജോക്കിയാണെന്നോ? എന്തായാലും RJ ലച്ചുവിന്റെ 6 ലക്ഷം രൂപ പോയെന്നാണ് അറിയുന്നത്. ആളില്ലെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ആളില്ലാത്തതൊക്കെ പോട്ടെ, ആ സംഭവമൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ വന്ന് ഗതികെട്ട് നമ്മളെയൊക്കെ കുറ്റം പറഞ്ഞ് ഇപ്പോ റിയാക്ഷൻ ചാനലുകാരുടെ എന്താണ് ഈ പറയുന്ന തമ്പെടുത്തിട്ട് സ്വന്തം ഇൻസ്റ്റയിൽ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, അവിടെ അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ രനാസുന. ഇൻസ്റ്റയിൽ രനാസുന പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഞാൻ കേൾപ്പിച്ചു തരാമേ, അത് കണ്ടോ. സ്വന്തം വീഡിയോ ഇതുപോലെ കമ്പി പിന്നീട് എന്താണ് ട്യൂണിട്ട് പിന്നീട് അത് പ്രൊമോഷൻ കൊടുക്കാം. നമ്മുടെ രനാസുനെ പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഇട്ട്, അതായത് രക്ഷയില്ല, ഒരു പട്ടികളും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ ചാനലുകളെ കുറ്റം പറഞ്ഞ് അവരുടെ തന്നെ തമ്പെടുത്തിട്ട് അങ്ങനെയെങ്കിലും കുറച്ച്, അതായത് വേറെ കൂടെ അഭിനയിച്ചിരിക്കുന്നവരാണ്. നമ്മൾ എന്നെ വൈറലാക്കിയ താരമായ ദാസേട്ടൻ കോഴിക്കോടിനോട് ചേർന്ന് കൊണ്ട് തിരിച്ചുവരവ് നടത്താൻ ശ്രമിച്ച രനാസുനയ്ക്ക് 8 നിലയിൽ മൂഞ്ചേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ഇതിട്ടതിന്റെ താഴെ നമ്മുടെ ഡയറക്ടറായ RJ ലച്ചു വന്നത് കിണി കണിച്ചു മോശം. അപ്പോ രനാസുന പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധേയമാണ്, നിങ്ങൾ കേട്ടോ. നെക്സ്റ്റ് ഏപ്പണമെന്ന് വെച്ച് ചെയ്തോ ഡയറക്ടർ. റിയ നല്ല പേയ്മെന്റ് വേണം കേട്ടോ. കണ്ട, നെക്സ്റ്റ് നീ ഏപ്പടം ചെയ്തോ, ഞാൻ റെഡി, പക്ഷേ ചിക്കിലി വേണം എന്നുള്ളതാണ്. ഉടനെ വളരെ എന്താണ് ബഹുമാനത്തോടു കൂടി ഡയറക്ടർ പറഞ്ഞു, യെസ് മാഡം. അയ്യോ അസൂയ, ഒരാൾ ഉയരങ്ങളിലേക്ക് എത്തുമ്പോ അസൂയ, അതായത് മറ്റേ ഒരുത്തി കമന്റ് ഇട്ടിരിക്കണം, നമുക്ക് എല്ലാവർക്കും അസൂയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് അസൂയ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇരയായി. പിന്നെ പ്രശ്നമില്ല, ഇവിടെ ആൽബങ്ങൾ പൊട്ടിയാലും അല്ലെങ്കിൽ എന്താണ് എന്റെ റീലിനൊക്കെ മില്യൺസ് വ്യൂസ് എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ എല്ലാം തുറന്നു കാണിക്കുന്നു, ഞാൻ കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും സംഭവം ആർക്കും അങ്ങോട്ട് എന്തുകൊണ്ട് ആൾക്കാർ കാണുന്നില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായ ടിപ്പൊക്കെ തരാം. രനാസുനെ കേട്ട് മനസ്സിലാക്കിക്കോ. താങ്കൾ ഇതൊന്നും കാണില്ല, പക്ഷെ അറിയുമെന്ന് എനിക്കറിയാം. താങ്കൾ വളരെ സെലിബ്രിറ്റിയാണ്. ഇതുപോലുള്ള ആൾക്കാരുടെ വീഡിയോ കാണാൻ സമയമില്ല, അതൊക്കെ മോശം. പക്ഷെ അവരുടെ തമ്പെടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് റീലാക്കി ഇടാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ആൽബം ഒന്ന് ഓടട്ടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇനി താങ്കൾക്ക് എന്തുകൊണ്ടാണ് റീച്ച് വരാത്തതെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞു. അതായത് എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും വെറുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി താങ്കൾ റീല് ചെയ്യുന്നത് കൊണ്ടോ, താങ്കൾ ഗൾഫിൽ പോകുന്നത് കൊണ്ടോ, താങ്കളെ കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നത് കൊണ്ടൊന്നും ആർക്കും ഇവിടെ ഒരു മനുഷ്യർക്ക് ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നം നിങ്ങളുടെ അഹങ്കാരമാണ്, മനസ്സിലായോ? വന്ന വഴി മറന്നുകൊണ്ട് താങ്കൾ അഹങ്കരിക്കുന്നില്ലേ? ഓരോരുത്തരെ പറയുന്ന വാക്കുകളില്ലേ, മനസ്സിലായി? നീക്ക് എയർപോർട്ട് കണ്ടിട്ടുണ്ടാടാ എന്ന് പറയട്ടെ, തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ടുവരട്ടെ നമ്മൾ പറയും. ഇല്ലാന്തെങ്കിൽ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറയും. അതാണ് കുട്ടി നിക്കറ് കിട്ടുകൊണ്ട് റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, മനസ്സിലായോ?
ഇതൊക്കെ തന്നെയാണ് ആൾക്കാർ നിങ്ങളെ വെറുക്കുന്നത്. നിങ്ങളുടെ കുറച്ചെങ്കിലും റീച്ച് കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? താങ്കൾക്ക് രണ്ട് തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നത് കൊണ്ടാണ്. സംശയമാണെങ്കിൽ ഞാൻ പറഞ്ഞത്, അതായത് ഇവരുടെ മന്ദാരച്ചോലയ്ക്ക് കിട്ടിയത് 2 ദിവസം മുമ്പിട്ട ആ ഒരു റീലിന് കിട്ടിയത് വെറും 79,000 പേരാണ് കണ്ടില്ല. ഇത് 79 പകുതിയോളം തെറി വിളിക്കാൻ വേണ്ടി വന്നതാണ്. ആ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഇതാണ് കാണാൻ പറ്റുന്നത്. എന്താണ്? കമന്റ് ബോക്സ് കാണാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ കമന്റ് കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുള്ള സംഭവമാണ്. താങ്കൾക്ക് കിട്ടില്ല. ഒറിജിനൽ സാധനത്തിന് കിട്ടിയത് വെറും 79K ആണെങ്കിൽ അത് റിയാക്ട് ചെയ്ത ആളുണ്ടല്ലോ, റിയാക്ട് ചെയ്ത ആൾക്കാർക്ക് ഇതിനെയും കാട്ടി വലിയ റീച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. റിയാക്ട് ചെയ്ത ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ജിനൂസ് അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവന് ഒരു ദിവസം, അതായത് നിങ്ങളുടെ ആൽബം ഇറങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണ് അവൻ അത് ചെയ്തത്. അവൻ ഇപ്പം തന്നെ ഒരു ദിവസം മുമ്പ് തന്നെ അവൻ ഏതാണ്ട് 159K ഇതിൽ കാണിക്കും. ഞാൻ വിളിച്ച് ചോദിച്ചോളൂ എത്രയായാലും 2 ലക്ഷം കഴിഞ്ഞ്. ആൾക്കാരെ ഇവളുടെ ഈ ഒരു അപരാധം കുറ്റം പറയുന്ന കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ മന്ദാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആ മന്ദാരത്തിന്റെ ഒരു ഹോട്ട് സീന് കാണാം. അതായത് ഞാൻ എന്ന് ഈ പറയുമ്പോൾ എന്താണ്, കുറച്ച് ഓവറായി അഭിനയിച്ചു എന്ന് പറയുന്ന റെനാസിനയുടെ ഹോട്ട് സീൻ എന്ന് കാണാം. റെനാസിനെ കിടക്കുകയാണ് നമ്മുടെ ദാസേട്ടൻ. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടല്ലേ, ക്ഷമിക്കുക തന്നെ. പോരാ, എക്സ്പ്രഷൻ ഒന്നും പോരാ റെനാസിന, ഇതൊരുമാതിരി കിളവി ലുക്കാണല്ലോ. പോരാ. അപ്പോ ഇതായിരുന്നു ആ ഹോട്ട് സീൻ. ഇതിൽ പറയാനുള്ള മറ്റൊരു കേസം, ഈ ആൽബത്തിനകത്ത് ഈ ഹോട്ട് സീൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ആൾക്കാരെ പറ്റിച്ചു. റെനാസിന മാതക റാണിയുടെ ഹോട്ട് സീനുകൾ അല്ലെങ്കിൽ ഓവറായിട്ട് അഭിനയിച്ച സംഭവങ്ങൾ കാണാം, അല്ലെങ്കിൽ കണ്ട് സ്മൃതിയടയാം എന്ന് കരുതി വന്നവർക്കൊക്കെ അവരെയൊക്കെ പറ്റിച്ചു. ഈ ആൽബത്തിനകത്ത് ഈ സീൻ ഇല്ല എന്നുള്ളതാണ്. അതായത് പറഞ്ഞു വരുന്നത് വേറൊന്നും കൊണ്ടല്ല, ആൾക്കാരെ പറ്റിച്ച് തൻ്റെ ഹോട്ട് സീൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റീൽ അവർ ഇടുന്നു. ആ ആൽബത്തിനകത്ത് ഇതില്ല, ഇതിട്ട് എൻ്റെ ഞാൻ ഓവറായിട്ട് അഭിനയിച്ചത് ഈ ഒരു റീലിനകത്തോണ്ട് നിങ്ങൾ ചെന്ന് കണ്ടോ. കുറഞ്ഞ പക്ഷം ഒരു 1 മില്യൺ ഒക്കെ പ്രതീക്ഷിച്ചാണ് ഈ ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്തത്. പക്ഷേ പ്രേക്ഷകർ കയറി നോക്കിയപ്പോൾ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ റെനാസിന് ആദ്യം പഠിക്കാനുള്ള ഒരു പാഠം, പറഞ്ഞ വാക്ക് പാലിക്കണം. മനസ്സിലായി? എന്തെങ്കിലും ഹോട്ടായിട്ട് ഇതൊക്കെ ചെറുത് ഹോട്ടായിട്ട് അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ടൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓവറായിട്ട് പ്രതീക്ഷിക്കും. താങ്കളല്ല, ഏത് പെണ്ണായിക്കോട്ടെ, തുണി അവത്ത് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും. അതിനൊരു മാറ്റവും ഇല്ല. തുണി അവത്ത് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും. അതുകൊണ്ട് ഇനി പറയുമ്പോൾ അല്പം പൊങ്ങി ചിന്തിക്കുക. പിന്നീട് ഒന്ന് പറയുമ്പോൾ 2 കൊടുക്കണം, എന്നാലേ പ്രേക്ഷകർ ഇഷ്ടമല്ല. പ്രേക്ഷകരെ വലിപ്പിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ഗതികേട്. ഞാനിനി താങ്കൾക്ക് ഇനി റീച്ചായി കിട്ടൂലെന്ന് ഞാൻ പറയുന്നില്ല. തുണി അവത്ത ഏത് പെണ്ണിനെ റീച്ച് കിട്ടും. പക്ഷെ അഭിനയിക്കാനും കൂടി അറിഞ്ഞിരിക്കണം. സ്വന്തം പ്രായത്തിനനുസരിച്ചുള്ള വേഷങ്ങൾ കൂടി കെട്ടിയാൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. ദാസേട്ടൻ കോഴിക്കോട് ഒരുവിധം അഭിനയിക്കാൻ അറിവുള്ള ഒരു കക്ഷിയാണ്. അതിന്റെ ഈ ആൽബത്തിന്റെ 1-2 സീനുകൾ വേണമെങ്കിൽ ഞാൻ കിട്ടിയാലും കേട്ടോ. ആൽബത്തിന്റെ 1-2 സംഭവങ്ങൾ കണ്ട ദാസേട്ടൻ ഓർമ്മിക്കണതോ, അതാ വലിച്ചു കയറ്റുന്നു. എന്തൊക്കെയായിരുന്നു ഹൈപ്പ്. വീഴുന്നു, ഇടുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ചോറ് കൊടുക്കുന്നു, മണപ്പിക്കുന്നു. എല്ലാത്തിലും ഒരേ എക്സ്പ്രഷനാണ്. പോരാ റെനാസിന, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ നോക്ക്. ഈ പറയുന്ന വയലിൻ പാടത്തിരുന്നുകൊണ്ടാണ് കെട്ടിപ്പിടുത്തം. അപ്പൊ ഇതാണ് ഒന്ന്. അപ്പൊ ഇങ്ങനെ പ്രേമ പരവശനായി റെനാസിനെ വളയ്ക്കാൻ വേണ്ടി നടക്കുകയാണ് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്. പക്ഷെ റെനാസിന വളയുന്നില്ല എന്നുള്ളതാണ്. ഒന്നുകൂടി കാണാം. കണ്ടോ, ബാക്കിലേ നടക്കുന്നു. എല്ലാത്തിലും ഈ എക്സ്പ്രഷൻ തന്നെയല്ല, എക്സ്പ്രഷൻ മാറ്റൂ. അതാ പിടിച്ച് തള്ളുന്നു. ദാസേട്ടൻ ഇതൊന്നും വിടുന്ന കാളല്ല, ഞാൻ തന്നെയും കൊണ്ടേ പോകുന്ന ദാസേട്ടൻ പറയുന്നു. മനസ്സിലായോ? ഡയറക്ടറെ പോരാ. ഓക്കെ, ഇതാണ് ഇനി ദാസേട്ടനെ കരയുന്ന ഒരു രംഗം ഉണ്ടേ. അയ്യോ, അങ്ങനെ ഇതാണ് നോക്കേ. ദാസേട്ടൻ കരയണ്ട. അതായത് റെനാസിനെ കിട്ടാത്തത് കൊണ്ടുള്ള വിഷമം കൊണ്ട് ദാസേട്ടൻ പൊട്ടി കരയുകയാണ്. ആൾക്കാരേട്ടാ റെനാസിനെ വരുന്നു. ദാസേട്ടന്റെ ആ ഒരു കരച്ചിൽ, ആ ദുഃഖം കാണുന്നു. ദാസേട്ടൻ അഭിനയിച്ച് തകർക്കുകയാണ്. മോശമായിട്ട് പറഞ്ഞല്ല.
അപ്പോൾ ഇതാണ് അവസാനം കാണിക്കുന്നത്. ദാസേട്ടൻ ഇവരുടെ വീട് തിരക്കി പോകുന്ന ഒരു സീനുണ്ട്, അതും കൂടി വേണേൽ കാണിച്ചു തരാം. ഇത് ആരാണെന്ന് വളയുന്നില്ല, അത് ആരാണെന്ന് അറിയാൻ വേണ്ടി വീട് തിരക്കി പോകുന്നു. വീട് തിരക്കി പോകുമ്പോഴാണ് ഞെട്ടുന്ന ആ സത്യം പുറത്തറിയുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പം കണ്ടോ, മനസ്സിലായോ? ആ വീടൊക്കെ ചോദിച്ച് ദാസേട്ടൻ പോയിട്ട് എവിടെയാണെന്നൊക്കെ ചോദിച്ച് പോകുന്നുണ്ട്. RJ ലച്ചു സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം ലച്ചു ചേച്ചിയാണല്ലോ. വയ്യടാ സ്വന്തം ഭർത്താവ്, വയ്യ, ഇരിക്കാൻ വയ്യാതെ കിടക്കണ ഒരു മോളും ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടി, സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടിപ്പാവാട ഇടുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ജീവിതത്തിലായാലും ആൽബത്തിലായാലും ഭർത്താവിന് വേണ്ടിയിട്ടാണല്ലോ, സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, വൈറലാകാൻ കുറ്റം പറഞ്ഞ് ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകളുടെ തമ്പെടുത്തിട്ട് അതിനകത്ത് കെട്ടിപ്പേടിയുടെ സ്വന്തം വീഡിയോയിൽ തന്നെ അതിനകത്തൊരു ഒരു അടൽസൊള്ളി ട്യൂണും കയറ്റി വിട്ട് കഴിഞ്ഞാലൊന്നും ഓടത്തില്ല. കാണിക്കണം, പ്രേക്ഷകർക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ, ഓടത്തുള്ളൂ. കള്ളം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഓവറായിട്ട് ചിന്തിക്കും. ഇനിയിപ്പോൾ കുറച്ചും ഇത്ര ഓവർ പോരെന്നാ പ്രേക്ഷകർ പറയും. ഈ ഓവർ പോരാ, കുറച്ചും കൂടി ഓവറായി വരണം. ഇനിയിപ്പോൾ ആൽബം പിടിക്കാൻ ഇപ്പം ഈ റേറ്റൊക്കെ കൂട്ടി എന്നാ പറയുന്നത്. 2000-ൽ നിന്ന് അല്ലെങ്കിൽ 1000-ൽ നിന്ന് 10,000, 25,000 ആക്കി മാറ്റിയിട്ടുണ്ട്. അത് മാറ്റണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ പ്രേക്ഷകർക്ക് മറ്റതൊക്കെ കണ്ട് മടുത്ത്, ഒരേ എക്സ്പ്രഷൻ കണ്ട് മടുത്തു. അതുകൊണ്ട് തന്നെ പുതിയ എക്സ്പ്രഷൻ കൊണ്ടുവരിക, പുതിയ ഹോട്ട് സീനുകൾ കണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, താങ്കളല്ല അതിന് വലിയ പിന്നീട് ആഘോഷിക്കുക തുള്ളിച്ചാടുകയെന്ന് വേണ്ട. പെൺകുട്ടികൾ തുണി അവത്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടും, അതിന് ഒരു മാറ്റമില്ല. അതുകൊണ്ട് അതിലോട്ടൊക്കെ ഒന്ന് ചിന്തിക്ക്. പ്രേക്ഷകരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കരുത്. പറഞ്ഞാൽ അതിൽ കാണണം. ഇനി അൺകട്ടൊക്കെ വരട്ടെ, പ്രേക്ഷകർ കാണുമെന്നേ. പിന്നെ ഈ പറയുന്ന നമ്മുടെ ഗൾഫിലൊക്കെ കസ്റ്റമേഴ്സൊക്കെ ആയെന്ന് പറയുന്നത്, എന്ത് ബിസിനസിന്റെ കസ്റ്റമർ എനിക്ക് അറിഞ്ഞുകൂടാ. അതിലെങ്കിലും താങ്കൾ രക്ഷപ്പെടുന്നല്ലോ, വരുമാനമുള്ളൂ. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്തോ, എന്ത് ആൽബം ചെയ്തോ, എന്ത് വൃത്തികേട് ചെയ്തോ, എന്ത് അഡൾട്ട് കണ്ടന്റ് ചെയ്തോ, ഒരു പ്രശ്നമില്ല, ജീവിച്ചോളൂ. പക്ഷേ സംസാര രീതി, അഹങ്കാരം ഒന്ന് കുറയ്ക്കണം. ഡൗൺ ടു എർത്താവണം എന്നൊന്നും പറയില്ല, പക്ഷെ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഒന്ന് നിർത്ത്. ഇത് ഈ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു അഹങ്കാരമുണ്ട്. തൂറാത്തവൻ തൂറുമ്പോ തിട്ടം കൊണ്ട് ആറാട്ട്, ഇത്രയേ ഉള്ളൂ. അപ്പൊ അതൊന്നും മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും താങ്കളെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അല്ലാതെ പ്രേക്ഷകരെ പറ്റിച്ചും അങ്ങ് ഉണ്ടാക്കാന്ന് കരുതി കഴിഞ്ഞാൽ നടക്കത്തില്ല. നടക്കത്തില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.